الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين ونصلي ونسلم على من أرسلته شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم أولئك الذين هدى الله فبهداه مقتدي. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ചുരുങ്ങിയ ആയുസ്സിൽ ഒരുപാട് നല്ല സൽപ്രവർത്തനങ്ങളുമായി സജീവമാകാൻ ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിന്ന് സംസാരിക്കുന്നത് മുആവിയ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ വൈകുന്നേരം ഒരുമിച്ചിരുന്നപ്പോൾ ഇസ്ലാമിക ചരിത്രങ്ങളെ വികലമാക്കിയ ചില കാര്യങ്ങളെ സംബന്ധിച്ച് അല്പാൽപമായി അവിടെയും ഇവിടേക്കൊന്ന് സംസാരിച്ചു പോയി. ഇസ്ലാമിക സംസ്കാരങ്ങളെയും ഇസ്ലാമിക ആദർശങ്ങളെയുമൊക്കെ കൃത്യമായി പഠിപ്പിക്കുന്ന മഹാപണ്ഡിതന്മാരും അവരുടെ കൃതികളും അവരുടെ പ്രഭാഷണങ്ങളും ഒക്കെ നിലവിൽ ഉണ്ടായിരിക്കെ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ പടച്ചുവിടുന്ന പല വരികളിലൂടെ, അതിൽ ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി ചില ആളുകൾ ഉദ്ദേശിക്കുന്ന പ്രഭാഷണങ്ങളിലൂടെയൊക്കെ കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാതെ അതാണ് സത്യമെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളെ ലോകത്ത് കാണാം. പ്രത്യേകിച്ച് സ്വഹാബികളെ സംബന്ധിച്ച് ഉള്ള സംസാരങ്ങളിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആളുകൾ സ്വീകരിച്ചു പോരുന്ന നിലപാടുകൾ, ആ നിലപാടുകളെയാണ് നാം കൂടുതൽ കേൾക്കേണ്ടതും വായിക്കേണ്ടതും. പക്ഷെ നമ്മുടെ കേരളക്കരയിൽ പോലും അള്ളാഹുവിൻ്റെ പ്രവാചകനെ ചീത്ത വിളിക്കുന്ന, അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ സ്വഹാബത്തിനെ ചീത്ത വിളിക്കുന്ന, അവർക്കിടയിലെ പ്രശ്നങ്ങളെ വളരെ മോശമായ രീതിയിൽ പർവ്വതീകരിച്ച് അവരെ കുറ്റപ്പെടുത്തുന്ന, മോശക്കാരാക്കി ചിത്രീകരിക്കുന്ന എഴുത്തുകളും പ്രഭാഷണങ്ങളും നാൾക്കുനാൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു ദിവസം പോലും നമ്മൾ ആ ഒരു വിഷയവുമായി ചർച്ച ചെയ്തപ്പോൾ, ആ ഒരു വിഷയത്തെ സംബന്ധിച്ച് സംസാരിച്ചപ്പോൾ അതിൽ പലപ്പോഴും ചില ആളുകൾക്കുണ്ടായ ആശങ്കകൾ, നബിയുടെ സ്വഹാബത്തിനെ കുറ്റം പറയുന്ന ചില കമൻറ്റുകളൊക്കെ ആ ഒരു സംസാരത്തിൻ്റെ അടിയിലും കാണാൻ കഴിഞ്ഞു. അത് പലപ്പോഴും എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു ചിന്താധാരയിലേക്ക്, ഒരാശയങ്ങളിലേക്ക് ആളുകൾ കടന്നു പോകുന്നത് എന്ന് വെച്ചാൽ, തെറ്റിദ്ധരിക്കപ്പെട്ട ചരിത്രങ്ങളെയാണ് പലരും ഇന്നും പിന്തുടർന്നു പോകുന്നത്. ഇസ്ലാമിൻ്റെ ചരിത്രങ്ങളെ കൃത്യമായി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാരിങ്ങനെ പരിചയപ്പെടുത്തിയ കൃതികളിലൂടെയും അവിടെ പ്രഭാഷണങ്ങളിലൂടെയും നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്കൊരു കൃത്യത വരും. എന്നാൽ ഒരു ആധാരവുമില്ലാത്ത ആരൊക്കെയോ എഴുതിവിട്ട, പ്രത്യേകിച്ച് ചില കക്ഷികൾ, അവരുടെ കക്ഷിത്വത്തെ സാധൂകരിക്കാൻ ചില വിഭാഗങ്ങൾ അവരുടെ വിഭാഗത്തിൻ്റെ ആ വിഭാഗമാണ് സത്യമെന്ന് എന്ന് തോന്നിപ്പിക്കാനുള്ള പാകത്തിൽ പടച്ചുവിടുന്ന പല വരികളും, അതിൽ ഒരുപാട് ആളുകൾ അറിവില്ലായ്മകൾ കൊണ്ട് ചെന്ന് എത്തുന്നു എന്നുള്ളത് വളരെ സങ്കടകരമായ കാര്യമാണ്. എന്നാൽ ഒരു വിശ്വാസി എന്ന നിലക്ക് സ്വഹാബികളെ സംബന്ധിച്ച് ധാരാളം പറഞ്ഞുകൊണ്ടിരിക്കുകയും അവരെ മാതൃകയാക്കാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ഈമാനിൻ്റെ ഭാഗമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അൻസാറുകളെയും മുഹാജിറുകളെയും നിങ്ങൾ മാതൃകകളാക്കുക, അവരെ പിന്തുടർന്ന് ജീവിക്കുക. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ അതേപോലെ ഒപ്പിയെടുത്തത് അവരാണ്. നബിയിൽ നിന്ന് കൃത്യമായി ദീനിനെ മനസ്സിലാക്കിയത് അവരാണ്. അവർ നബിയെ എങ്ങനെ പഠിച്ചുവോ, അവർ നബി കൊണ്ടുവന്ന ഖുർആനിനെ എങ്ങനെ മനസ്സിലാക്കിയോ, അതുപോലെ മനസ്സിലാക്കാൻ ആ ഒരു രീതി ശാസ്ത്രത്തിലൂടെ ജീവിക്കാനാണ് ഈ ലോകത്ത് കടന്നു വന്ന എല്ലാ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാരും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. കാരണം അള്ളാഹുവിൻ്റെ സംസാരം അതാണ്. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ
റളിയല്ലാഹു അൻഹും വറളു അൻ. അള്ളാഹുവിൻ്റെ തൃപ്തിയും അള്ളാഹുവിൻ്റെ സ്നേഹവും നമുക്ക് ലഭ്യമാവുക ആ ഒരു രീതിയിൽ നമ്മൾ ജീവിക്കുമ്പോഴാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച ഈ മഹാനുഭാവന്മാരെ, ഈ ഉത്തമരെ, ഈ ഉത്കൃഷ്ടരെ വികലമായി അവരുടെ ചില ജീവിതത്തിൽ കടന്നു വന്ന ചില സംഭവങ്ങളെ എടുത്തുദ്ധരിച്ചൊക്കെ അവരെ മോശക്കാരാക്കുന്നത്, ആ ഒരു പ്രവണത, അതിനെങ്ങനെ കേട്ടിരിക്കാൻ ഒരു സത്യവിശ്വാസിക്ക് എന്ത് ചെയ്യൂല, സാധിക്കൂല. അതിന് പ്രതിരോധിക്കലും നമ്മുടെ ഈമാന്റെ ഭാഗമാണ്. അങ്ങനെ ആരെങ്കിലും അവരെ ചീത്ത വിളിക്കുമ്പോൾ അതിനെ തടയുക, തന്നാലാകുന്ന രൂപത്തിൽ അതിനോട് പ്രതികരിക്കുക, അതിന് പ്രതിരോധിക്കുക എന്നുള്ളതും ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അല്പമെങ്കിലും നമ്മൾ ആ ഒരു വിഷയത്തിലൊക്കെ ചില ബോധപൂർവം അത്തരം വിഷയങ്ങളെ മനസ്സിലാക്കുകയും സംസാരിക്കുകയും ചെയ്യുക എന്നുള്ളത്. നമ്മൾ പറഞ്ഞു വന്നു, നമ്മൾ പോലും കേട്ടുവച്ച പല കഥകളിലും ഷിയാ സ്വാധീനവും മറ്റു ഓറിയന്റലിസ്റ്റുകളുടെ സ്വാധീനവും ഒക്കെ കടന്നു വന്നത് ചില ഉദാഹരണങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഇരുന്നപ്പോൾ നമ്മൾ വിശദീകരിച്ചതാണ്. അന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിച്ചത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച്, മുആവിയ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് ഒക്കെയായിരുന്നു. മുആവിയ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് പറയുമ്പോൾ കലി തുള്ളുന്ന, മുആവിയ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിക്കുമ്പോൾ മുആവിയ ഒരിക്കലും മുസ്ലിമീങ്ങളുടെ നേതാക്കളിൽ ഉൾപ്പെടാൻ അർഹനല്ല എന്ന് പറയുന്ന ഒരുപാട് ആളുകളെ കാണാം. മുആവിയ റളിയല്ലാഹു അൻഹുവിനെ കുറ്റപ്പെടുത്തി, മുആവിയ റളിയല്ലാഹു അൻഹു ഒരിക്കലും എന്തല്ല, ഒരു മുസ്ലിം ആവാൻ കൊള്ളില്ല എന്ന് പോലും പറയുന്ന രീതിയിൽ കടന്നു വരുന്ന ആളുകളെ കാണാം. നഊദു ബില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു തആല തൃപ്തിപ്പെട്ടവനാണ്, റബ്ബിന്റെ തൃപ്തിക്ക് പാത്രമാണ് മുആവിയ എന്നാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചരിത്രവും നബിയെ അനുധാവനം ചെയ്ത ഖുലഫാഉ റാഷിദുകളുടെ വർത്തമാനങ്ങളും അതിനുശേഷം കടന്നു വന്ന ഖുലഫാകളും ഇനി അതിനുശേഷം കടന്നു വന്ന എല്ലാ സ്വഹാബികളും താബികളും ഒക്കെ നമ്മൾ ഓർമ്മിപ്പിക്കുന്ന വരികൾ. എന്നാൽ അതിൽ നിന്ന് തെന്നിമാറുക എന്ന് പറയുന്നത് എത്രത്തോളം അപകടകരമായ ഒരു കാര്യമാണ് എന്നാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരൊറ്റ ഫളിനെയാണ് വിശദീകരിച്ചത്. ഒന്ന്, അദ്ദേഹം വഹി എഴുതുന്ന ആളായിരുന്നു, കാത്തിബി വഹി, അല്ലേ, വഹി എഴുതുന്ന ആളായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹി എഴുതാൻ വേണ്ടി തെരഞ്ഞെടുത്ത ആളുകളിൽ ഒരാളാണ് മുആവിയ റളിയല്ലാഹു അൻഹു എന്നുള്ളത്. മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ ഫളിലാണ്. ഒരിക്കലും എന്താവൂല, ഒരു വിശ്വാസമില്ലാത്ത ഒരാളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദൗത്യം ഏൽപ്പിക്കൂല. ഒരിക്കലും വിശ്വാസ്യത എന്ന് മാത്രമല്ല, ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടപ്പെടാത്ത ഒരാളെ നബി ആ ഒരു കാര്യത്തെ ഏൽപ്പിക്കുകയുമില്ല. സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ അദ്ദേഹത്തെ തെരഞ്ഞെടുത്തു എന്ന് പറയുമ്പോൾ അത് മുആവിയ റളിയല്ലാഹു അൻഹുവിനുള്ള ഫളിലായിരുന്നു നമ്മൾ കേട്ടു മനസ്സിലാക്കി. അത് നമ്മൾ വിശദീകരിച്ച കാര്യവുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ഒരു ഫളില് പറഞ്ഞിട്ടും മുആവിയ റളിയല്ലാഹു അൻഹുവിന് ശ്രേഷ്ഠതകളില്ല. മുആവിയ പിൽക്കാലത്ത് സ്വഹാബികൾ പ്രവാചകന്റെ അനുചരന്മാർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയവനാണ് എന്നൊക്കെ പറഞ്ഞ്, ഒരിക്കലും ഖിലാഫത്തിന് അർഹനല്ല എന്ന് പറഞ്ഞ്, ഇസ്ലാമിക ലോകത്തെ ഭരിക്കാൻ അയാൾ ശ്രേഷ്ഠനല്ല എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തിയ ആളുകൾ പണ്ടു മുതലും എന്ത് ചെയ്തിട്ടുണ്ട്, ലോകത്ത് കടന്നു വന്നിട്ടുണ്ട്. അതിന്നും എന്ത് ചെയ്യുന്നു, അവരുടെ ആ ഒരു പഴഞ്ചൻ വർത്തമാനങ്ങളെ പലരും എടുത്തുദ്ധരിക്കുന്നു എന്നുള്ളത് ആണ് വാസ്തവം. എന്നാൽ മുആവിയ റളിയല്ലാഹു അൻഹു അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ കൂടെ വഹി എഴുതുന്ന പ്രവാചകന്റെ വഹി എഴുത്തുകാരിൽ ഒരാളായിരുന്നു എന്നുള്ളതിനുള്ള 2 ഹദീസുകൾ നമ്മൾ വിശദീകരിച്ചു. ഒന്ന്, തൻ്റെ പിതാവ് അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഒരു നിവേദനം, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, മുആവിയയെ അങ്ങ് എഴുത്തുകാരനായി നിശ്ചയിക്കണം, എൻ്റെ മകൻ മുആവിയയെ. റസൂലുള്ള പറഞ്ഞ മറുപടി നഅം, അതെ ഞാൻ. നബി പറ്റൂല എന്ന് പറഞ്ഞിട്ടില്ല, നബി നഅം എന്ന് പറഞ്ഞു. അത് തന്നെയാണ് ആ ഒരു നഅമിൽ മുആവിയ റളിയല്ലാഹു അൻഹുവിനുള്ള ശ്രേഷ്ഠതയുടെ വിശാലതയെ വായിച്ചെടുക്കാൻ. കേവലം ഒരു 3 ഹർഫാണെങ്കിലും അല്ലേ, നബി അതേ എന്ന് പറഞ്ഞു, എഴുത്തുകാരനാക്കാൻ. നബി എഴുത്തുകാരനാക്കി കൂടെ കൂട്ടിയും ചെയ്തു. പിന്നെ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്ത ഒരു ഹദീസിനെ അതിനോടൊപ്പം നമ്മൾ ചേർത്ത് വായിച്ചു. ഇബ്നു അബ്ബാസിനോട് മുആവിയയെ വിളിക്കണം, ഉദ്ഉലി മുആവിയയെ വിളിച്ചു കൊണ്ടുവാ എന്ന് അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് എന്ന ചെറിയ കുട്ടിയോട് അള്ളാഹിന്റെ റസൂല് പറഞ്ഞപ്പോൾ അവിടെ ഭക്ഷണം കഴിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ ഹദീസ് നമ്മൾ അവിടെ ഉദ്ധരിച്ചു. അന്നേരം 2 തവണ ചെന്നപ്പോഴും ആള് ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ ലാ അഷ്ബ അല്ലാഹു ബത്നഹു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ പ്രാർത്ഥന പോലും മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ ഫളിനെ വിശദീകരിക്കുന്നതാണെന്നാണ് നമ്മൾ വിശദീകരിച്ചത്. അതിനെ വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കി. അതുമാത്രമല്ല, എന്തോരം ഹദീസുകൾ, എന്തോരം വർത്തമാനങ്ങൾ, ധാരാളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച സ്വഹാബത്ത് പരസ്പരം അവരെ സംബന്ധിച്ചുള്ള വർത്തമാനങ്ങളിൽ വാചാലരായത്,
പ്രവാചകന്റെ ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാനാകും. അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അവലംബിക്കേണ്ടത്. അല്ലാതെ ഓറിയന്റലിസവും ഷിയായിസവും സ്വാധീനിക്കുന്ന പല ആളുകളുടെ കൃതികൾ പലപ്പോഴും നമ്മുടെ നാടുകളിലും അല്ലാത്തിടങ്ങളിലുമൊക്കെ വല്ലാതെ വിറ്റഴിക്കപ്പെടുമ്പോൾ അതിൽ നിന്ന് അറിയാതെയെങ്കിലും പലപ്പോഴും ഇത്തരത്തിലുള്ള അബദ്ധ ജടിലങ്ങളായ പല വാദങ്ങളും മുസ്ലിം സമൂഹത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇന്ന് മുആവിയത്ത് ബിൻ അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ ചില ഗുണഗണങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരാളെ നല്ലവനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം നല്ലവനല്ല എന്ന് പറയാൻ നമുക്ക് എന്തില്ല? അവകാശമില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്നതിനെ അംഗീകരിക്കേണ്ടവനാണ്, നബിയെ അനുസരിക്കേണ്ടവനാണ്. നബി പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളെ ജീവിതത്തിൽ നിന്ന് അകറ്റേണ്ടതാണ്. അതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ആധാരം, അല്ലെ? ഖുർആനും സുന്നത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ച സ്വഹാബാക്കളിൽ ഒരാളാണ് മുആവിയ റളിയല്ലാഹു അൻഹു. നബിയുടെ ഒരുപാട് പ്രാർത്ഥനകൾക്ക് അദ്ദേഹം പാത്രമായിട്ടുണ്ട്. അതെന്നെ വലിയ ഫദ്ലല്ലേ? നബി ദ്വാരന്നിട്ടുണ്ട്, നബി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആർക്കു വേണ്ടി? മുആവിയ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി. അതിലുള്ള ഒരു പ്രാർത്ഥന നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, അല്ലേ? ലാ അഷ്ബ അല്ലാഹു ബത്നഹു, അദ്ദേഹത്തിന്റെ വയറ് നിറയാതിരിക്കട്ടെ. അത് ബാഹ്യമായി നമുക്ക് തോന്നും നബി എന്താണ് ആക്ഷേപിച്ചതാണ്, നബി പരിഹസിച്ചതാണ്. ശരിയാണ്, അതിൽ നബിക്കൊരു ദേഷ്യം വന്നപ്പോൾ നബി പറഞ്ഞതാണ്. നബി മുആവിയെ എന്ത് പറഞ്ഞു? വയറ് നിറയാതിരിക്കട്ടെ, അവിടെ തിന്നിരിക്കട്ടെ എന്നുള്ള നിലക്ക് റസൂലുള്ളാഹി പറഞ്ഞു വന്നു. പക്ഷേ അതിനെ മുഹദ്ദിസുകൾ വിശദീകരിച്ച രീതിശാസ്ത്രത്തെ നമ്മൾ ബോധ്യപ്പെടുത്തി. ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ കൊണ്ടുവന്ന ഹദീസിനെ ഇമാം നവവി ശർഹ് ചെയ്തതിന് നമ്മൾ വളരെ വിശദമായി സംസാരിച്ചതാണ്, അല്ലേ? ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അതിനെ തർജുമ കൊടുത്തപ്പോൾ, അതിന് ബാബു കൊടുത്തപ്പോൾ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സ്വഹാബത്തിൽ ആരെയെങ്കിലും, അയാൾ ഒരിക്കലും അർഹനല്ല, അല്ലെ? നബി ആക്ഷേപിക്കുകയോ നബി ചീത്ത വിളിക്കുകയോ നബി ലഅനത്ത്, അല്ലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ റഹ്മത്തും അള്ളാഹുവിൽ നിന്നുള്ള അജുറും അള്ളാഹുവിൽ നിന്നുള്ള സക്കാത്തും അള്ളാഹുവെ നീ അയാൾക്ക് നൽകണേ. അതിന് ആയിഷ ബീവിയുടെ ഒരു ഹദീസിനെയും നമ്മൾ അവിടെ തിരിച്ചു. ആയിഷ ബീവി ഒരിക്കൽ ഈ സംഭവം പറഞ്ഞപ്പോൾ നബിയുടെ അരികിൽ രണ്ടാളുകൾ കടന്നു വന്നിട്ട് തർക്കിച്ചു. നബിയെ വല്ലാതെ അവർ കുപിതരാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദേഷ്യം പിടിച്ചിട്ട് പറഞ്ഞു, നബി അവർക്കെതിരെ ചീത്ത വിളിച്ചു നബി അവർ രണ്ടുപേരെയും. അങ്ങനെ അവർ മടങ്ങിപ്പോയപ്പോൾ ആയിഷ ബീവി പറയൻ, അള്ളാന്റെ റസൂലെ ജീവിതത്തിൽ ദുനിയാവിൽ ഏറ്റവും ഭാഗ്യം കെട്ടവരവരല്ലേ, ദുനിയാവിൽ ഏറ്റവും ഭാഗ്യമില്ലാതെ പോയത് അവരല്ലേ, അപ്പൊ എന്താണ് ആയിഷ എന്ന് റസൂലുള്ളാഹി ചോദിച്ചപ്പോൾ പറയാൻ, നബിയെ അങ്ങാണ് അവരെ ചീത്ത വിളിച്ചത്, അങ്ങാണ് അവരെ ആക്ഷേപിച്ചത്, അങ്ങാണ് അവരെ തള്ളിപ്പറഞ്ഞത്. ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠനായ റസൂലുള്ളാഹി അത് പറഞ്ഞെങ്കിൽ പിന്നെ അവർക്ക് ജീവിതത്തിൽ എന്ത് ഗുണങ്ങളാണ്. അന്നേരം ആയിഷ ബീവിക്ക് അക്കീദ പഠിപ്പിച്ചു കൊടുക്കാൻ, ഇസ്ലാമിക ശാസ്ത്രത്തിന്റെ ഇസ്ലാമിക വിശ്വാസത്തിന്റെ ബാലപാഠങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കാൻ. അമാ തദിരി, അല്ലേ ആയിഷ, നിനക്ക് എന്തറിയാം? അല്ലാഹു സുബ്ഹാനഹു തആലയോട് ഞാൻ ആവശ്യപ്പെട്ടതിനെ, ഞാൻ നിബന്ധന വെച്ചതിനെ നീ അതിനെ സംബന്ധിച്ച് ആലോചിക്കുന്നില്ലേ? മാ അശ്തറത്തു അലല്ലാഹ്, അള്ളാഹുവിൽ ഞാൻ വെച്ചൊരു നിബന്ധന ഉണ്ട്. അള്ളാഹുവേ, ആരെയെങ്കിലും ഞാൻ എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ആരെയെങ്കിലും ഞാൻ ആക്ഷേപിക്കുകയോ ഞാൻ ചീത്ത വിളിക്കുകയോ ഞാൻ ലഅനത്ത് ചൊല്ലുകയോ ചെയ്താൽ അല്ലാഹുമ്മ ജഅൽഹു സകാത്തൻ ലഹു, അള്ളാഹുവെ അതിനെ അദ്ദേഹത്തിനുള്ള ഒരു സക്കാത്താക്കണേ, ഒരു പരിശുദ്ധിയാക്കണേ. ഞാൻ അങ്ങനെ ചീത്ത വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിശുദ്ധിയാക്കണേ. വ റഹ്മത്തൻ ലഹു, അത് അവൻക്കുള്ളൊരു കാരുണ്യമാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് റഹ്മത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതായി അതിനെ കണക്കാക്കണേ. അള്ളാഹുവേ അയാൾക്ക് കൂലിയും കൊടുക്കണേ. അപ്പോൾ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഫളിലാണ് ആ സംഭവം. നബിയുടെ പ്രാർത്ഥനകളിൽ ഒന്നാണ് മുആവിയക്ക് അള്ളാഹുവിന്റെ സക്കാത്ത് ഉണ്ടാവണേ, മുആവിയക്ക് അള്ളാഹുവിന്റെ റഹ്മത്ത് ഉണ്ടാവണേ, മുആവിയക്ക് അള്ളാഹുവിന്റെ അജുർ ഉണ്ടാവണേ. ആ ഒരൊറ്റ ഹദീസിൽ നബിയുടെ ഇത്രയും പ്രാർത്ഥനകൾ, ഒന്ന് സക്കാത്ത്, സംസ്കരിക്കപ്പെട്ടവൻ, അല്ലെ, യുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, സംസ്കരിച്ചു. അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രാർത്ഥനയാൽ സംസ്കരിക്കപ്പെട്ടവനാൻ മുആവിയ എന്നാണ് ഹദീസ് വിളിച്ചോതിയത്. ആയിഷ ബീവി പറഞ്ഞു തന്ന ഹദീസ് റളിയല്ലാഹു അൻഹ. രണ്ടാമത്തെ ഹദീസ് പറഞ്ഞു, അല്ലെ, അള്ളാഹുവിന്റെ കാരുണ്യം ഉണ്ടാവട്ടെ, റഹിമഹുല്ലാ റഹ്മത്തുല്ലാഹി അലൈഹി റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നത് പോലുള്ള റഹ്മത്ത്, കാരുണ്യം, അതിനും പാത്രമായി രണ്ട് പ്രാർത്ഥന. മൂന്നാമത്തെ പ്രാർത്ഥന വഅജ്റൻ ലഹു, കൂലി ഉണ്ടാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്പസമയം ഒന്ന് ഈ മുആവിയയുടെ വിഷയത്തിൽ ഒന്ന് ദേഷ്യം പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ റബ്ബേ നീ കൂലി കൊടുക്കണേ. ആർക്ക്? മുആവിയക്ക് എന്ന് പറയുമ്പോൾ ആ മൂന്ന് പ്രാർത്ഥനകളും മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഫളൽ. അങ്ങനെ ഒരു പ്രാർത്ഥന മാത്രമല്ല, ഇനിയിപ്പോൾ അത് തോന്നും ഇങ്ങനെയുള്ള ഒരു പ്രാർത്ഥന അല്ലേ മുആവിയക്ക്, നേരെ കോലത്തിൽ അള്ളാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ചിട്ടില്ല എന്ന് ചില ആളുകൾ ചിലപ്പം ചെയ്യാറുണ്ട്, അതിനെങ്ങനെ വാദിക്കാറുണ്ട്.
പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ഏറ്റവും നേരായ രീതി എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി സ്വതസിദ്ധമായ ശൈലിയിൽ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന ഇതാണ്: അള്ളാഹുവേ, അല്ലാഹുമ്മ ഇജ്അൽഹു ഹാദിയൻ മഹ്ദിയൻ വഹ്ദിഹി വഹ്ദി ബിഹി. അള്ളാഹുവേ, മുആവിയയെ നീ ഹാദിയാക്കണേ, സന്മാർഗദർശിയാക്കണം. ഒരുപാട് ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കാൻ മുആവിയയെ അള്ളാഹുവെ നീ പ്രാപ്തമാക്കണേ എന്നാണ് ആ പ്രാർത്ഥന. പിൽക്കാലത്ത് അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ ആ പ്രാർത്ഥന പുലർന്നു എന്ന് വരെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ചില വിശദീകരണങ്ങൾ കാണാൻ കഴിയും. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, ഒരുപാട് രാജ്യങ്ങളിലേക്ക് ഇസ്ലാമിൻ്റെ വെള്ളി വെളിച്ചം കടന്നു വന്നത് ഉമവിയ ഭരണകൂടത്തിന് കീഴിലാണ്. ഉമവിയാക്കളെ പറ്റി നമ്മൾ പറയും. പലപ്പോഴും ഉമവിയ ഭരണകൂടത്തെയാണ് എന്ത് ചെയ്യാറുള്ളത്? ഷിയാക്കളെ ഏറെ വികലമാക്കി ചിത്രീകരിച്ചിട്ട്, പ്രത്യേകിച്ച് നമ്മുടെ നാടുകളിലെ പല സിലബസുകളിൽ പോലും അബ്ബാസി ഭരണകൂടത്തിന്റെ വലിയ സുവർണ കാലഘട്ടങ്ങളെ വിശദീകരിക്കുമ്പോൾ ഉമവിയ ഭരണകൂടത്തിലെ പല പോരായ്മകൾ എങ്ങനെ എടുത്തിട്ട് എന്ത് ചെയ്യാറുണ്ട്? അവരങ്ങോട്ട് ഒന്നുമല്ലാത്തതാക്കാറുണ്ട്. പക്ഷെ ഇസ്ലാമിക ലോകത്ത് ഉമവിയ മുആവിയ റളിയല്ലാഹു അൻഹു തുടങ്ങി വെച്ച ഉമയ്യത്ത് ബിൻ ശംസിൽ നിന്ന് തുടങ്ങുന്ന പരമ്പരയിലേക്ക് ചേർക്കപ്പെടുന്ന അമവിയ അല്ലെങ്കിൽ ഉമവിയ ഭരണകൂടം, ആ ഭരണകൂടത്തിൽ ഒരുപാട് നന്മകൾ ലോകത്തുണ്ടായിട്ടുണ്ടെന്നാണ്. ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിലേക്ക് ഇസ്ലാം എത്തിയത്, നമ്മൾ ഒരുപാട് രാജ്യങ്ങൾ എടുത്തു പറഞ്ഞു. തുർക്കി പോലെ, ഇന്ത്യ പോലെ, കസാക്കിസ്ഥാന് പോലെ, എന്തിലേറെ റോമും ഒക്കെ കടന്നു വന്ന, ഫ്രാൻസ് പോലുള്ള പല രാജ്യങ്ങളിലേക്ക് കടന്നു വന്ന ഇസ്ലാമിന്റെ വ്യാപനത്തെ നമ്മൾ എടുത്തു പറഞ്ഞു. അതിൻ്റെ ഒക്കെ ഒരു കാരണക്കാരൻ, ഒരു താക്കോലായി മാറിയതാരാൻ? മുആവിയാണ്, ഹാദിയെന്നാൻ. ഒരുപാട് ആളുകൾക്ക് ഹിദായത്തിന് കാരണക്കാരനായതാണ് മുആവിയ റളിയല്ലാഹു അൻഹു എന്നാണ്. അത് അള്ളാഹിന്റെ റസൂലിന്റെ പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ഇജ്അൽഹു ഹാദിയൻ, അള്ളാഹുവെ ഹാദിയാക്കണേ. അപ്പൊ മഹ്ദിയൻ, എന്താ മഹ്ദിയൻ? മഹ്ദിയാക്കണം എന്ന് പറഞ്ഞാൽ നമ്മളല്ലേ സന്മാർഗം കിട്ടിയവൻ എന്നുള്ള അർത്ഥത്തിൽ അതിനെ ഉപയോഗിക്കാറുണ്ട്. മാത്രമല്ല ഇമാം മഹ്ദിനെ സംബന്ധിച്ച് നമ്മൾ പറയാറുണ്ട്. ഇമാം മഹ്ദിയെ സംബന്ധിച്ച് ഈ നമ്മൾ പറഞ്ഞു, ഏറ്റവും കൂടുതൽ ഈ സ്വഹാബത്തിനെ സംബന്ധിച്ച് നമ്മൾ വായിക്കേണ്ടതും അറിയേണ്ടതും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരിൽ നിന്നാണ്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരിൽ നിന്നാണ്. അഹ്ലു സുന്നത്തിൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൃത്യമായി വിശദീകരിച്ചു. അള്ളാഹിന്റെ പ്രവാചകന്റെ സ്വഹാബത്തിൽ ഒരാളും എന്ത് ചെയ്യാൻ പാടില്ല? ആക്ഷേപിക്കപ്പെടാൻ പാടില്ല. അതാണ് സുന്നികളുടെ വിശ്വാസം. അഹ്ലു സുന്നയുടെ വിശ്വാസം അതാണ്. ബാക്കിയുള്ളത് ആരുടെ വിശ്വാസം? ഷിയാക്കളുടെ വിശ്വാസമാണ്. ആർക്കെങ്കിലും അതിൽ പോരായ്മ എന്ന് പറയുന്നത് ആരാൻ? അത് ഖവാരിജുകളും അത് ഇതിൽ നിന്ന് വിഘടിച്ചു പോയ പല കക്ഷികളുമാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ മുഴുവൻ പറയുന്ന വരികൾ ഇങ്ങനെ എടുത്തു നോക്കുമ്പോൾ നമ്മളൊക്കെ ഈ തഫ്സീർ ഇബ്നു കസീർ റഹ്മഹുല്ലാ അല്ലെ, തഫ്സീർ ഇബ്നു കസീർ ഇങ്ങനെ ഓതി പോകുമ്പോൾ ഏറ്റവും കൂടുതൽ വായിക്കുന്ന ചില മുഫസ്സിറുകളുണ്ട്. ഇമാം മുജാഹിദ്, ഇമാം ഖത്താദ അല്ലെ, ഇമാം ഹസനുൽ ബശരി റഹ്മഹുല്ലാ, ഇമാം ഇക്രിമ അല്ലെ. ഇതൊക്കെ നമ്മള് തഫ്സീർ ഇബ്നു കസീർ ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ഏറ്റവും കൂടുതൽ കേട്ട് പരിചയിച്ച ചില നാമങ്ങളാണ്. നമ്മളിങ്ങനെ രാവിലത്തെ ഫജ്ർ ക്ലാസ്സിൽ നമ്മളേറെ വായിച്ചു പോകുന്ന ചില നാമങ്ങളാണ്. ഇമാം മുജാഹിദ് റഹിമഹുല്ലാ മുആവിയെ പറ്റി പറഞ്ഞത് എന്താണ്? അതല്ല നമ്മൾ കേൾക്കേണ്ടത്. ഇവിടെ വേറെ കുറെ ആൾക്കാർ എന്താണ് എഴുതി വിട്ടതിനെങ്ങനെ എടുത്തു പറഞ്ഞിട്ട് സ്വഹാബികൾ എങ്ങനെ വികലമാക്കുമ്പോൾ, കറകളഞ്ഞ ദീനിനെ മുറുകെ പിടിച്ച, ദീനിന്റെ വിഷയത്തിൽ സൂക്ഷ്മതയും കാർക്കശ്യവും കൊണ്ടുവന്ന, ഇസ്ലാമിന്റെ കൃത്യമായ ഹഖീദയെ ലോകത്തിന് പഠിപ്പിച്ച മഹാമുഹദ്ദിസുകളും മുഫസ്സിറുകളും പറഞ്ഞതിൽ ഇമാം മുജാഹിദ് റഹിമഹുല്ല രേഖപ്പെടുത്തി, ലൗ റഅയ്തും മുആവിയ, നിങ്ങൾ മുആവിയയെ കണ്ടിരുന്നെങ്കിൽ, ലഖുൽതും ഹാദൽ മഹ്ദി, ഇത് മഹ്ദിയാണ് എന്ന് നിങ്ങൾ പറയുമായിരുന്നു എന്നാണ്. ഏറ്റവും നല്ല കാലമായിരിക്കും അല്ലെ, ഈ ഖിയാമത്ത് നാളിന്റെ ഏറ്റവും നല്ല കാലത്ത്, അന്ത്യനാളിന്റെ ഏറ്റവും നല്ല കാലം എന്ന് പറഞ്ഞാൽ മഹ്ദിയുടെ കാലമാണ്. മഹ്ദി കടന്നു വരുമ്പോൾ ലോകത്തുണ്ടാകുന്ന നീതിയെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പക്ഷെ ആ മഹ്ദിയെയും എന്ത് ചെയ്തിട്ടുണ്ട്? വളരെ വികലമായി അതിന് തങ്ങളുടേതായ രീതിയിൽ ഷിയാക്കൾ അതിനെന്ത് ചെയ്തിട്ടുണ്ട്? വ്യാഖ്യാനിച്ചത് കാണാം. അവിടെ ഇമാമത്വവാദവുമായി ബന്ധപ്പെട്ട് ഇമാം മുജാഹിദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയാൻ, നിങ്ങളെങ്ങാനും മുആവിയയെ നേരിൽ കണ്ടിരുന്നെങ്കിൽ ലഖുൽതും ഹാദൽ മഹ്ദി, ഇതാകുന്നു മഹ്ദി എന്ന് നിങ്ങൾ പറയുമായിരുന്നു. അപ്പൊ നബിയുടെ പ്രാർത്ഥന പോയ പോക്കണം, അല്ലാഹുമ്മ ഇജ്അൽഹു ഹാദിയൻ മഹ്ദിയൻ. അത്രമാത്രം സന്മാർഗത്തിലൂന്നി ജീവിച്ചവനാൻ, അത്രമാത്രം സന്മാർഗത്തെ മുറുകെ പിടിച്ചവനാൻ, ദീനിന്റെ കാര്യത്തിൽ കണിശതയും സൂക്ഷ്മതയും കൊണ്ട് നടന്നവനാൻ മുആവിയത്ത് ഇബ്നു അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പ്രാർത്ഥനയുടെ വരി. ഇനി ഇമാം മുജാഹിദ് മാത്രമല്ല, നമ്മൾ ഇബ്നു കസീറിന്റെ തഫ്സീർ വായിക്കുമ്പോൾ കേൾക്കുന്ന മറ്റൊരു പേര് ഇമാം ഖത്താദത്ത് ഇബ്നു ദിആമ അസ്സദൂസി, മുഹദ്ദിസാണ്, മുഫസ്സിറാൻ. ഇപ്പൊ നേരത്തെ പറഞ്ഞ ഇമാം മുജാഹിദൊക്കെ അല്ലെ മുഫസ്സിരീങ്ങളിൽ അഗ്രഗണ്യരാൻ താബികളുടെ കൂട്ടത്തിൽ. ഇമാം ഖത്താദയും താബികളുടെ കൂട്ടത്തിൽ പ്രസിദ്ധനാൻ. ഖത്താദത്ത് ഇബ്നു ദിആമ അസ്സദൂസി എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്.
ഇമാം ഖത്താദ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ലൗ അസ്ബഹത്തും ഫീ മിസ്ലി അമലി മുആവിയ ലഖാല അക്സറുക്കും ഹാദൽ മഹ്ദി. ഹാദൽ മഹ്ദി. നിങ്ങളെല്ലാവരും മുആവിയയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെ വല്ലാതെ ഇങ്ങനെ നോക്കിക്കണ്ടിരുന്നെങ്കിൽ നിങ്ങളെല്ലാവരും പറയുമായിരുന്നു, ഇതാകുന്നു മഹ്ദി, ഇതാകുന്നു മഹ്ദി. അഥവാ ഇസ്ലാമിക ലോകത്തെ ഏറ്റവും വലിയൊരു നേതാവായി അള്ളാന്റെ റസൂല് പരിചയപ്പെടുത്തുന്ന ഒരാളാണ് മഹ്ദി എങ്കിൽ, അല്ലാഹുമ്മ ഇജ്അൽഹു ഹാദിയൻ മഹ്ദിയൻ എന്ന വാക്കിന് എത്രമാത്രം അർഹനാണ് മുആവിയ എന്നാണ് ഈ വരികൾ നമ്മളെ കേൾപ്പിച്ചത്. ഇനി അടുത്ത ഭാഗം ഇമാം ഹസനുൽ ബസരി തഫ്സീർ ഇബ്നു കസീർ നമ്മൾ കേൾക്കുന്ന വരി, ഞാൻ ഇങ്ങനെ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഹ്ലു സുന്നന്റെ പണ്ഡിതന്മാർ പറഞ്ഞ വരികൾ അങ്ങനെ മാത്രം ക്രോഡീകരിച്ചു. അത് കേട്ടാൽ നമുക്ക് സമാധാനമാണ്. വേറെ ഉള്ളവര് പറഞ്ഞ വർത്തമാനത്തിന്റെ പതിരും നെല്ലും നോക്കി എന്ത് ചെയ്യേണ്ടതില്ല, നമ്മൾ അന്വേഷിക്കേണ്ടതില്ല. അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് കൃത്യമായി എന്ത് ചെയ്തിട്ടുണ്ട്, സ്വഹീഹായ പരമ്പരകളിലൂടെ പറഞ്ഞു വെച്ചു. തഫ്സീറിൽ സ്വീകാര്യമെന്ന് അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാർ വിലയിരുത്തിയ വരികളിൽ ഹസനുൽ ബസരിയുടെ ഒരു വരി കൂടി കാണാം. ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹിയോട് ഒരാൾ വന്ന് ചോദിക്കാൻ, യാ അബാ സഈദ്, ഓ അബൂ സഈദ്, മൂപ്പര കുനിയത്ത് അതായിരുന്നു, അബൂ സഈദ്, ഇന്ന ഹാഹുന ഖൗമൻ യസ്തമൂന ഔ യൽഅനൂന മുആവിയ വ ഇബ്നു സുബൈർ. ഇത് ഏത് കാലത്താ? സഹാബികളുടെ കാലത്താണ്. ഇന്നത്തെ കാലത്തപ്പോൾ പറയണോ? ഏറ്റവും നല്ല ഉത്കൃഷ്ടരായ ഒരു സമൂഹം നിലനിൽക്കുന്ന കാലഘട്ടത്തിൽ, സ്വഹാബത്തിനോട് അടുത്ത് നിൽക്കുന്ന താബികൾ നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ ഹസനുൽ ബസരിയോട് ബസറയിൽ ചെന്നൊരാൾ പറയാണ്, അബൂ സഈദേ, ഈ നാട്ടിലെ ജനങ്ങൾ, ഈ നാട്ടിലെ ചില ആളുകൾ യസ്തുമൂന, അവര് എന്ത് ചെയ്യുന്നു, ആക്ഷേപിക്കുന്നു, ഔ യൽഅനൂന, അവര് ശപിക്കുന്നു, മുആവിയ, ആര്? മുആവിയയെ. മുആവിയ മാത്രല്ല, വബ്നു സുബൈർ, അബ്ദുല്ലാഹിബ്നു സുബൈർ. അബ്ദുല്ലാഹിബ്നു സുബൈർ ഒക്കെ ആരാൻ? അബ്ദുല്ലാഹിബ്നു സുബൈറിന്റെ സൂക്ഷ്മതയെ പറ്റി വിശാലമായ ഒരു ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം. ആരെ പറ്റിയാണ്? സുബൈർ ഇബ്നു അവ്വാം എന്ന പ്രവാചകന്റെ സ്വഹാബി മരണപ്പെടുന്ന സമയത്ത് സ്വഹാബിയായ തൻ്റെ മകൻ, സ്വഹാബിയായ മകനാണ് അബ്ദുള്ളയെ വിളിച്ച് എന്ത് ചെയ്യുന്നു, വസിയത്ത് പറയുന്ന ചില ഉപദേശങ്ങൾ, കടത്തെ സംബന്ധിച്ച് വിഷമം പറയുന്ന കാര്യങ്ങൾ. ആ കടത്തെ പിന്നീട് അബ്ദുള്ള വീട്ടുന്നത് ഏറ്റവും സൂക്ഷ്മതയിൽ, ഒരിക്കലും ഉപ്പാക്ക് കടത്തിന്റെ പേരിൽ റബ്ബിന്റെ അരികിൽ വിചാരണ ചെയ്യപ്പെടരുത് എന്ന ഉറച്ച ചിന്തയിൽ ഉപ്പയുടെ വസിയത്തിനെ നിറവേറ്റുന്ന അബ്ദുള്ളയെ നബി വചനങ്ങളിൽ കാണാം. നബി വചനങ്ങളിൽ കാണുന്ന നബിയുടെ വചനങ്ങൾ കോറിയിടപ്പെട്ട ഹദീസുകളിൽ നമുക്കതിനെ വായിച്ചെടുക്കാം. ആ സമയത്ത് ഇവരെ ആക്ഷേപിച്ച മനുഷ്യനാണ് അബ്ദുല്ലാഹിബ്നു സുബൈർ. അബ്ദുല്ലാഹിബ്നു സുബൈറിനെയും മുആവിയെയും ചീത്ത വിളിക്കുന്ന, ആക്ഷേപിക്കുന്ന, അതിനപ്പുറം അവരെ ശപിക്കുന്നവർ നമ്മുടെ നാട്ടിലുണ്ടല്ലോ. എന്താ അഭിപ്രായം? ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അലാ ഉലൈകല്ലദീന യൽഅനൂന ലഅനത്തുല്ലാഹ്. യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ആക്ഷേപത്തിനും അള്ളാഹുവിന്റെ ശാപത്തിനും പ്രാപ്തമായൊരു അവരാണ് സ്വയം വെളിഭ്യരാകുന്നത്, അവരാണ് സ്വയം ആക്ഷേപിക്കപ്പെടുന്നത്, അവരാണ് സ്വയം എന്ത് ചെയ്യുന്നത്, അവിടെ ലഅനത്ത് ചെയ്യപ്പെടുന്നത്. സ്വഹാബികൾക്ക് അത് ഏൽക്കൂല എന്നാണ്. കാരണം അവര് വിളിച്ചു, അപ്പൊ അവർക്കാണ് അത് ബാധിച്ചത് എന്നാണ്. ഏതുപോലെ കുഫർ ആരോപിക്കുന്നത് പോലെ, ഇല്ലാത്ത ഒരാളിൽ ഷിർക്ക് ആരോപിക്കുന്നത് പോലെ, ഇല്ലാത്ത ഒരാളിൽ നിഫാഖ് ആരോപിക്കുന്നത് പോലെ നേരെ തിരിച്ചു വരുന്നല്ലേ. ഇത് അവരിലേക്ക് തിരിച്ചു വരുമെന്നാണ് താരിഖ് ദിമഷ്ക് എന്ന ഇമാം ഖത്തീബുൽ ബഗ്ദാദിയുടെ ഗ്രന്ഥത്തിൽ നിന്നാണ് ഈ സംഭവങ്ങൾ ഇങ്ങനെ എടുത്തുകൊണ്ടുവന്നത്. അതായത് സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതാണ്. ഏകദേശം തൻ്റെ ആയുസ്സിലെ 80ഓളം വർഷങ്ങൾ ജീവിച്ച മഹാനായ മുആവിയത്ത് ഇബ്നു അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് അള്ളാഹിന്റെ റസൂൽ പറഞ്ഞ പ്രാർത്ഥനയാണ് നമ്മളിവിടെ വായിച്ചത്. ഒന്ന്, അല്ലാഹുമ്മ ഇജ്അൽഹു ഹാദിയൻ വമഹ്ദിയൻ വഹ്ദി ബിഹി. അല്ലെ, ആ വരിയിലും നമുക്ക് കുറെ വിശദീകരിക്കാണ്ട്. വഹ്ദിഹി, അള്ളാഹു ഹിദായത്ത് കൊടുക്കണേ, സന്മാർഗം കൊടുക്കണേ, ഏറ്റവും നല്ല നിലക്ക് സച്ചരിതമായ മാർഗത്തിൽ മുആവിയയെ നിലനിർത്തണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം മുആവിയ അതിൽ നിലകൊണ്ടതുകൊണ്ടാണ് എന്ത് ചെയ്തത്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഷാമിന്റെ ഗവർണറായി നിയോഗിച്ചത്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലശേഷം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു 10 വർഷക്കാലം ഖിലാഫത്ത് നടത്തിയപ്പോഴും എന്ത് ചെയ്തു, മുആവിയത്ത് ഇബ്നു അബീ സുഫിയാൻ അവിടെ അവിടുത്തെ ഗവർണറായിട്ട് നിയമിച്ചു. 20 കൊല്ലം ഷാമിൽ ഗവർണറായി, അഥവാ ഖലീഫയുടെ നായിബായി, പകരക്കാരനായി മുആവിയത്ത് അബീ സുഫിയാൻ നിലനിന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പ്രാർത്ഥനയുടെ ഫലമാണ്. ഹിദായത്ത് കിട്ടിയതുകൊണ്ടാണ്, ആ സന്മാർഗത്തിൽ നിലനിന്നത് കൊണ്ടാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തിരുന്നു, 10 കൊല്ലം ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഭരിച്ചതുകൊണ്ട് തന്നെ മുആവിയത്ത് അബീ സുഫിയാനെ സംബന്ധിച്ചിടത്തോളം ഉസ്മാൻ ഇബ്നു അഫ്ഫാനോട് വല്ലാത്ത അടുപ്പവും സ്നേഹവും, വല്ലാത്ത താല്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ഖവാരിജികൾ വധിച്ചപ്പോ, ഖവാരിജികൾ കൊന്നപ്പോ
അതിൽ അലി റളിയല്ലാഹു അൻഹു പിന്നീട് ഖിലാഫത്തിലേക്ക് കടന്നു വന്നപ്പോൾ അലി റളിയല്ലാഹു അൻഹു ആ കൊലപാതകൾക്കെതിരെ നടപടി എടുക്കാതിരുന്നപ്പോഴാണ് എന്ത് ചെയ്തത്, മുആവിയത്ത് ഇബ്നു അബീ സുഫിയാൻ പ്രതികരിച്ചത്. കാരണം അവിടെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് ഉണ്ടായിരുന്ന ഒരു പ്രതിബദ്ധത, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് ഉണ്ടായിരുന്ന ഒരു സ്നേഹം. പക്ഷേ ഷിയാക്കളും മറ്റുള്ള ആളുകളൊക്കെ വാദിക്കുന്നത് അലിക്ക് ഖിലാഫത്തിനും വേണ്ടിയാണ് എന്ത് ചെയ്തത്, മുആവിയത്ത് ഇബ്നു അബീ സുഫിയാൻ അവിടെ പടപൊരുതിയതെന്നാണ്. അതിനെങ്ങനെ ദുർവ്യാഖ്യാനിക്കാൻ ഒരിക്കലല്ല. ഒരു ഗ്രന്ഥ അല്ലെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഒരു പണ്ഡിതന്മാരെ വിശദീകരിക്കുന്നത് അങ്ങനത്തെ ഒരു അഭിപ്രായം പറഞ്ഞ് നമുക്ക് കാണാൻ കഴിയൂല. പക്ഷെ ഈ ഒരു അഭിപ്രായം പറഞ്ഞത് ഖിലാഫത്തിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ അധികാരത്തിന് വേണ്ടിയാണ് മുആവിയ അത് ചെയ്തതെന്ന് പറയുമ്പോൾ അതെത്ര നിരർത്ഥകമാണ്, എത്ര വൈരുദ്ധ്യം ആ ഒരു വാക്കിലുണ്ട്. അലി റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിനെ അംഗീകരിച്ചവനാണ് മഹാനായ മുആവിയത്ത് ഇബ്നു അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹു. ഒരിക്കലും അലിയെ അവിടെ നിർത്തി ആളുകളോട് എനിക്ക് ബൈഅത്ത് ചെയ്യണമെന്ന് എന്ത് ചെയ്തിട്ടില്ല, മുആവിയ വാദിച്ചിട്ടില്ല, അങ്ങനെ പറഞ്ഞിട്ടുമില്ല. പക്ഷേ ഒരൊറ്റ കാര്യത്തിൽ മുആവിയത്ത് ഇബ്നു അബീ സുഫിയാന് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് ഉണ്ടായിരുന്ന നിലപാടിൽ ഒരു മാറ്റം ഉണ്ടായിരുന്നു. അത് ഇതായിരുന്നു, എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ ഘാതകരെ പിടികൂടാൻ ഉള്ള തയ്യാറെടുപ്പുകൾ ഖലീഫയുടെ ഭാഗത്ത് നിന്ന് കടന്നു വന്നില്ല. അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് അലി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നുണ്ട്. അലി റളിയല്ലാഹു അൻഹു അതിലൊരിക്കലും വീഴ്ച വരുത്തിയിട്ടില്ല. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ വിശദീകരിച്ചതും അതാ, മുഹദ്ദിസീങ്ങളും മുഫസ്സിറുകളും പറഞ്ഞത് അതാണ്. അലി റളിയല്ലാഹു അൻഹുവിന്റെ ഭാഗത്ത് തെറ്റില്ല. അലി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഖിലാഫത്തൊന്നും ഇങ്ങനെ ഖിലാഫത്തിൽ ഒരു ഉറപ്പ് വരട്ടെ. കാരണം ഈ ഖിലാഫത്തുകൾക്കെതിരെ പടപൊരുതി ഖലീഫയെ വധിച്ചവരാണ് ഖവാരിജുകൾ. അവരുടെ പ്രശ്നങ്ങൾ, അവർ ഉണ്ടാക്കി വച്ച പ്രതിസന്ധികൾ, അവരുണ്ടാക്കി വച്ച ഒരുപാട് സന്ദേഹങ്ങൾ, അവർ പടച്ചു വച്ച ഒരുപാട് ശുബഹാത്തുകൾ, അതൊക്കെ അതിൽ നിന്നൊക്കെ മാറി ഈ ഒരു ഭരണം ഒന്നിങ്ങനെ നിലവിൽ, ആ ഒരു ഭരണം ഒന്ന് കൃത്യമായി മുസ്തഖീമാവുന്നത് വരെ, അതിലൊരു നിലനിൽപ്പ് വരുന്നത് വരെ, ഈ നമ്മൾ പറയില്ലേ ആ ഒരു കസേര ഒന്നിങ്ങനെ ഉറക്കുന്നത് വരെ അതൊന്ന് ഉറക്കട്ടെ, എന്നിട്ട് നടപടി എടുക്കുക എന്നുള്ള നിലക്ക് നിന്നതാണ്. അത് അലി റളിയല്ലാഹു അൻഹുവിന്റെ അവഗാഹമാണ് അല്ലെ. അത് ഇവർ രണ്ടുപേരുടെയും ഇജ്തിഹാദ്. നമ്മൾ പറയും ഇസ്ലാമികമായ ഒരു വിഷയത്തിൽ ഒരു തർക്കം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ മുജ്തഹിദീങ്ങളായ പണ്ഡിതന്മാർക്ക് എന്ത് ചെയ്യാം, ആ വിഷയത്തിൽ ഇജ്തിഹാദ് ചെയ്യാം. ഇവിടെ മുആവിയ ഇബ്നു സുഫിയാൻ ചെയ്ത ഇജ്തിഹാദ് അവരെ ഖവാരിജികൾ ആ വകവരുത്തണമെന്നാണ്. അലി റളിയല്ലാഹു അൻഹുവിന്റെ ഇജ്തിഹാദിനെ സംബന്ധിച്ചിടത്ത് കുറച്ച് കഴിയട്ടെ എന്നുമാണ്. അതിന്റെ പേരിലാണ് പിന്നീട് എന്ത് ചെയ്തത്, മറ്റ് തർക്കങ്ങൾ ഉണ്ടായത്. ആ തർക്കങ്ങളിൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ചില വരികൾ ചേർത്ത് വായിക്കുമ്പോൾ ഹക്ക് ആരോടൊപ്പമാണ്, അലിയോടൊപ്പമാണ്. കാരണം ഏറ്റവും കൂടുതൽ രണ്ട് ത്വായിഫുകൾ തമ്മിൽ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ അതിൽ അലിയും അലിയുടെ സൈന്യവും ഉണ്ടെങ്കിൽ, അലിയും അലിയുടെ പട്ടാളവും ഉണ്ടെങ്കിൽ, ഹക്കിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നവൻ അലിയും അലിയോടൊപ്പം നിൽക്കുന്നവനുമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ പറഞ്ഞതിന്റെ പൊരുൾ ഒരിക്കലും മുആവിയ ബാത്തിലിന്റെ ആളാണ് എന്നല്ല. നേരെ മറിച്ച് അലി റളിയല്ലാഹു അൻഹു ഏറ്റവും കൂടുതൽ പടപൊരുതിയത് ഈ ഖവാരിജികളോടായിരുന്നു. ആ ഖവാരിജികളുടെ കൂട്ടം അവര് ബാത്തിലിന്റെ ആളുകളാണ്. മറ്റ് കക്ഷിത്വത്തിന്റെ ആളുകൾ, അവര് ബാത്തിലിന്റെ ആളുകളാണ്. അലിയോടൊപ്പം നിന്നവരെന്തല്ല, അവര് ഒരിക്കലും ബാത്തിലിന്റെ ആളല്ല, അവര് ഹക്കിനോട് ഏറ്റവും ചേർന്നവരാണ് എന്ന് പറഞ്ഞു എന്നാണ്. അതുകൊണ്ട് തന്നെ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പോലുള്ള പണ്ഡിതന്മാരൊക്കെ ഈ ഒരു വിഷയത്തിൽ പറഞ്ഞു, അലി റളിയല്ലാഹു അൻഹു അവിടെ ഹക്കിന്റെ ആളാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഒരിക്കലും മുആവിയ ബാത്തിലിന്റെ ആളാണ് എന്നല്ല. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മുആവിയ അലി രണ്ടുപേരും എടുത്ത തീരുമാനങ്ങളിൽ ഒരാളുടേത് ശരിയും മറ്റാളുടേത് തെറ്റുമാകുമ്പോൾ മുജ്തഹിദാൻ, ദീനിന്റെ കാര്യത്തിൽ ഇജ്തിഹാദ് ചെയ്തു എന്നുള്ളത് കൊണ്ട് അലി റളിയല്ലാഹു അൻഹുവിന് 2 കൂലിയും മുആവിയത്ത് ഇബ്നു അബീ സുഫിയാന് 1 കൂലിയുമായി അതിനെ രേഖപ്പെടുത്തുമെന്നാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. എങ്ങനെ അല്ലേ, ഒരു തർക്ക വിഷയത്തിൽ, ഒരു വിഷയത്തില് വലിയ ഹാഫിളീങ്ങളും മുഹദ്ദിസീങ്ങളും ഒക്കെ അവരെ ഇജ്തിഹാദ് നടത്തുമ്പോൾ, ഫുഖാക്കളെ ഇജ്തിഹാദ് നടത്തുമ്പോൾ ആ ഒരു വിഷയത്തിൽ ഒരു തെറ്റായ അഭിപ്രായമാണ് അവരിൽ നിന്ന് ഉരുത്തിരിഞ്ഞതെങ്കിൽ ആ ഒരു ഹാക്കിമിനെ സംബന്ധിച്ചിടത്തോളം, മുജ്തഹിദിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് 1 കൂലിയുണ്ട്, കാരണം പരിശ്രമം നടത്തിയതിന്. മറ്റാളെ സംബന്ധിച്ചിടത്തോളം ശരിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ 2 കൂലിയുണ്ട്, കാരണം അവിടെ ശരിയായതിന് അല്ലെ പരിശ്രമിച്ചതിൻ്റെയും 2 കൂലി ഉണ്ടാകുമെന്നാണ്. സ്വഹാബത്തിന്റെ വിഷയത്തിൽ അങ്ങനെ കണക്കാക്കണമെന്നാണ്. സ്വഹാബത്തുകൾക്കിടയിൽ എന്തെങ്കിലും തർക്കങ്ങളും ആ ഒരു വിഷയം കടന്നു വന്നു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവർക്കതിൽ നല്ലതുണ്ടായാൽ, അവർക്കതിൽ നല്ലത് ശരി സംഭവിച്ചാൽ 2 കൂലിയും, തെറ്റ് സംഭവിച്ചാൽ 1 കൂലിയുമായി റബ്ബ് രേഖപ്പെടുത്തുന്നതാണ്. ഇനി മാത്രമല്ല അവരുടെ തൗബ അള്ളാഹു സ്വീകരിക്കുമെന്നുള്ളതുമാണ്. നമ്മളെക്കാളും അല്ലെ ഏറ്റവും കൂടുതൽ തായിബീങ്ങൾ അവരാണ്, നമ്മളെക്കാളും ഏറ്റവും കൂടുതൽ റബ്ബിലേക്ക് അടുത്തവർ അവരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ തൗബയെ അള്ളാഹു സ്വീകരിക്കും. റളിയല്ലാഹു അൻഹും വറളു അൻ, റബ്ബ് തൃപ്തിപ്പെട്ടവരാൻ, റബ്ബിന്റെ വിഷയത്തിൽ അവർക്കും തൃപ്തിയാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു അവിടെ തൃപ്തിപ്പെടും.
എന്നുള്ളത് കൊണ്ട് തന്നെ അവരുടെ തൗബയെ റബ്ബ് സ്വീകരിക്കും. ഇനി അപ്പോൾ അവർ തൗബ ചെയ്തില്ല എന്നിരിക്കുക, അവർ ജീവിതത്തിൽ ചെയ്ത നന്മകൾ അവരുടെ തിന്മകളെ മായ്ച്ചു കളയും. റസൂൽ പറഞ്ഞില്ലേ, ഹസന, നീ തിന്മ ചെയ്താൽ നീ എന്ത് ചെയ്യണം? നന്മയെ തുടർത്തി ചെയ്യണം. തംഹുഹ, ആ നന്മ തിന്മയെ മായ്ച്ചു കളയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വരികൾ ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ വളരെ ക്ലിയറാ. സ്വഹാബത്തിന്റെ വിഷയം നമുക്ക് ഒരു പ്രശ്നമില്ല. അവർക്കിടയിൽ ഫീമാ ഷജറ ബൈനഹും, അവർക്കിടയിൽ തർക്കം ഉണ്ടായാലും അവർക്കിടയിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും അവരെ സംരക്ഷിക്കുവാനും അവർക്ക് തസ്കിയത്ത് നൽകുവാനും അവർക്ക് റഹ്മത്ത് ചൊരിയുവാനും അവർക്ക് കൂലി നൽകാനും അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ച ചില റബ്ബിന്റെ ചില നടപടികളുണ്ട്, ചില സുന്നത്തുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ച ചില കാര്യങ്ങളുണ്ട്. അവിടെ നിന്ന് കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് വേറൊന്നും നമ്മളെ മനസ്സിനെ വേദനിപ്പിക്കുന്നതല്ല. അല്ലെ, അവർ ചെയ്ത നന്മകൾ അവരുടെ തിന്മകളെ മായ്ച്ചു കളയുമെന്നാണ്. ഇനി മാത്രവുമല്ല, അള്ളാഹുവിൽ നിന്നുള്ള തൃപ്തിയും അള്ളാഹുവിൽ നിന്നുള്ള റഹ്മത്തും അവരുടെ മേൽ ഉറപ്പായതുമാണ് എന്നാൽ റബ്ബ് അവർക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കുമെന്നുള്ളതും പ്രിയപ്പെട്ടവർ ആ ഒരു വിഷയത്തിൽ കാണാം. അതുകൊണ്ട് തന്നെ അവിടെ മുആവിയ ഇബ്നു അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിന്റെ വിഷയം നമ്മളിങ്ങനെ പറഞ്ഞു വന്നപ്പോൾ അല്ലാഹു റസൂൽ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഇജ്അൽഹു ഹാദിയൻ വ മഹ്ദിയൻ വഹ്ദിഹി, ഹിദായത്ത് കൊടുക്കണേ. വഹ്ദി ബിഹി എന്നും പറഞ്ഞു അല്ലേ, വഹ്ദി ബിഹി, മുആവിയയെ കൊണ്ട് ജനങ്ങൾക്ക് ഹിദായത്ത് നൽകണേ എന്നും പറഞ്ഞു. ഞാൻ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് പിൽക്കാലത്ത് ഒരുപാട് സന്മാർഗത്തിലേക്ക് കടന്നു വന്ന ഒരുപാട് ആളുകളെ ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാനാകും. അതൊക്കെ നബിയുടെ പ്രാർത്ഥനയുടെ ഫലമാണ്. നബി അങ്ങനെ ദുആ ചെയ്തത് മുആവിയക്കുള്ള ഫളിലാണ്. അതിൽ മാത്രം നിന്നില്ല. ഇപ്പോ ഈ ഒരു വരിയെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ ഒരാളെ കാണാം. അതായത് മുആവിയ റളിയല്ലാഹു അൻഹു ഷാമിന്റെ ഗവർണർ ആവുന്നതിന് മുന്നേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണത്തിൽ കടന്നു വന്നു. ആ ഒരു കാലയളവിലാണ് ഷാമിന്റെ ഗവർണർ സ്ഥാനം മുആവിയയെ ആരേൽപ്പിക്കുന്നത്? മഹാനായ ഉമർ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഏൽപ്പിക്കുന്നത്. അതിനു മുമ്പ് അവിടെ ഉണ്ടായിരുന്ന ഗവർണർ അയാളങ്ങ് നീക്കിയപ്പോൾ നാട്ടുകാർ മുഴുവൻ പറഞ്ഞു, അദ്ദേഹത്തെ സ്ഥാനഭ്രഷ്ടനാക്കുകയോ, ഉമർ അദ്ദേഹത്തെ മാറ്റിയിട്ട് മുആവിയയാണോ അവിടെ റിപ്ലേസ് ചെയ്യുന്നത്, മുആവിയയാണോ അവിടെ വെക്കുന്നത്? അന്നേരം ആ ഗവർണർ പറഞ്ഞ വരി, അതാ ഗവർണർ അദ്ദേഹം താബിഇയാൻ, അദ്ദേഹം എടുത്തു പറഞ്ഞൊരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. അല്ലാഹുമ്മ ഹ്ദി ബിഹി, അല്ലാഹുവേ മുആവിയെ കൊണ്ട് നീ സന്മാർഗം നൽകണേ. വഹുവ അഫ്ളലു മിന്നി, മുആവിയ എന്നെക്കാൾ ഉത്കൃഷ്ടനാണ്. കാരണം മുആവിയ സ്വഹാബിയാൻ. മറ്റേ ആൾ എന്ത് ചെയ്തിട്ടില്ല? നബിയെ കണ്ടുമുട്ടിയിട്ടില്ല, കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നെങ്കിലും ഒരിക്കലും ഒരു സ്വഹാബിയുടെ ഫളിലിലേക്ക് താബിഈ ഉയരുകയുമില്ല. ആ തിരിച്ചറിവ് ആ മഹാനുഭാവന്മാരായ പണ്ഡിതന്മാരായ ആളുകൾക്കുണ്ടായിരുന്നു. പക്ഷേ അതെന്ത് ചെയ്യുന്നില്ല? ഈ സ്വഹാബിയെ വിമർശിക്കുന്ന ആളുകൾ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുന്നില്ല എന്നുള്ളതുമാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന മുആവിയ റളിയല്ലാഹു അൻഹുവിനുള്ള ഫളിലിനെ വിശദീകരിക്കുന്നതാണ്. ഒരു പ്രാർത്ഥന അതാണ്. ഇനി വേറൊരു പ്രാർത്ഥനയും കൂടി ഉണ്ട്. ഇപ്പൊ നമ്മൾ എത്ര പ്രാർത്ഥന? 2 പ്രാർത്ഥന ആണ്. ഒന്ന് ലാ അഷ്ബ അല്ലാഹു ബത്തനഹു എന്നുള്ള പ്രാർത്ഥന. രണ്ടാമത്തെ അല്ലാഹുമ്മ ഇജ്അൽഹു ഹാദിയം മഹ്ദിയൻ വഹ്ദിഹി വഹ്ദി ബിഹി എന്ന് പറഞ്ഞ പ്രാർത്ഥന ആണ്. ഇനി വേറൊരു പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുആവിയ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി പറഞ്ഞത് നമുക്ക് ഇങ്ങനെ കാണാം. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു ഹറാം റളിയല്ലാഹു അൻഹ റിവായത്ത് ചെയ്യുന്ന ഹദീസാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ഒരു സൈന്യത്തെ പറഞ്ഞയക്കുമ്പോൾ കടൽ മാർഗേണ യുദ്ധം ചെയ്യുന്നവർ ആ കടൽ മാർഗേണ യുദ്ധം ചെയ്യുന്നവർക്ക് അള്ളാഹു സ്വർഗം വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അയാൾക്ക് സ്വർഗമാണ്. ഔജബു എന്നാണ്. കടൽ മാർഗേണ യുദ്ധം ചെയ്യുന്ന ആള്, അവരൊപ്പമുള്ള ആള് അല്ലേ, ആരാണോ കടൽ മാർഗേണ യുദ്ധം ചെയ്യാൻ പോകുന്നത് അവരൊപ്പമുള്ള ആളുകൾ, സൈന്യത്തിലെ ആളുകൾക്കൊക്കെ ഔജബു. ഉമ്മു ഹറാം റളിയല്ലാഹു അൻഹു പറയാണ്, ആ കൂട്ടത്തിൽ ഞാനുണ്ടായിരുന്നു. മാത്രമല്ല ആ കൂട്ടത്തിൽ ആരുണ്ടായെന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി ഈ ഹദീസ് പറയുമ്പോൾ മനസ്സിലാക്കണം, മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ് ഈ കടൽ മാർഗേണ യുദ്ധം ആരംഭിച്ചത്, കടൽ മാർഗേണ ശത്രുക്കളെ നേരിട്ടത്. ആ ആദ്യത്തെ പടയാളികളെ പട നയിച്ചത് മുആവിയയായിരുന്നുവെന്നാണ്. അതുകൊണ്ട് തന്നെ ഔജബു എന്ന് റസൂൽ പറഞ്ഞില്ലേ, നിർബന്ധമായി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞുവെങ്കിൽ എന്താ അവിടെ നിർബന്ധമായത്? സ്വർഗം നിർബന്ധമായി എന്നാണ്. അവർക്ക് സ്വർഗം നിർബന്ധമായി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു എന്നാണ്. അപ്പൊ അതും ആർക്കുള്ള ഫളിലാൻ? തസ്കിയത്താൻ, മുആവിയ റളിയല്ലാഹു അൻഹുവിനുള്ള ഫളിലാണ്, തസ്കിയത്താണ് എന്നാണ്. ഉമ്മു ഹറാമിന്റെ ആ ഹദീസും അതാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. മഹാനായ ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ലാ
ഇബ്നു അബ്ദുൽ ബർ അല്ലെ, പലപ്പോഴും ഇജ്മാഇനൊക്കെ നമ്മളിങ്ങനെ വായിക്കുമ്പോൾ മഹാപണ്ഡിതന്മാരുടെ ഇജ്മാഇനെ രേഖപ്പെടുത്തുമ്പോൾ ഇബ്നു അബ്ദുൽ ബറിന്റെ വരികളെ നമ്മളെപ്പോഴും ഓർത്തെടുക്കാറുണ്ട്. ഇബ്നു അബ്ദുൽ ബർ റഹ്മത്തുള്ളാഹി അലൈഹി പറയണം, അറാദ വല്ലാഹു അഅലം അന്നഹു റഅൽ ഗുസാത ഫിൽ ബഹർ മിൻ ഉമ്മത്തിഹി മുലൂകൻ ഫഇദാ തബയ്യന ഹാദൽ ഫദ്ലുൽ അലീം കാന മുആവിയ മിൻ ഔലൻ നാസി ബിഹി. കടൽ മാർഗേണ യുദ്ധം ചെയ്യുന്നവരിൽ ഏറ്റവും കൂടുതൽ നബി പറഞ്ഞ ഔജബു എന്നുള്ളതിൽ ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്നവൻ മുആവിയ റളിയല്ലാഹു അൻഹുവാൻ. അന്നഹു അമീറു തിൽക്കൽ ഗസാത്തി ബിൽ ഇത്തിഫാഖ്. അന്ന് നടന്ന യുദ്ധത്തിൽ അമീറായിരുന്നത് മുആവിയയായിരുന്നു എന്നുള്ളത് മുത്തഫിക്കായ കാര്യമാണ്, പണ്ഡിതന്മാർ മുഴുവൻ ഏകോപിച്ച കാര്യമാണ്. കമാ തഖദ്ദമ ഖരീം, ഇവിടെ മുമ്പ് അദ്ദേഹം അത് വിശദീകരിക്കുന്നുണ്ട്. എന്നിട്ട് വഖദ് ഖാല ഇബ്നു അബ്ദുൽ ബർ അൻ ഹാദൽ ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ആ ഹദീസിനെ സംബന്ധിച്ച് മഹാനായ ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ലാഹ് പറഞ്ഞു, വഫീഹി ഫദ്ലുൽ ലി മുആവിയ റഹിമഹുല്ലാഹ്, മുആവിയ റളിയല്ലാഹു അൻഹുവിനുള്ള ഫളിൽ ആ ഹദീസിലുണ്ട്. ഇത് ജഅല മൻ ഗസാ തഹ്ത റായതിഹി മിനൽ അവ്വലീൻ, ആദ്യക്കാരിൽ ആ ഒരു രൂപത്തിൽ പട നയിച്ച് ഇസ്ലാമിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന ആദ്യക്കാരിൽ നേതാക്കളായി നിലകൊണ്ടത് മുആവിയ റളിയല്ലാഹു അൻഹു ആണെന്നാണ്. ഇതൊക്കെ മഹാപണ്ഡിതന്മാരായ ഇസ്ലാമിക ലോകത്ത് കടന്നു വന്ന അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ ഇങ്ങനെ വിശദീകരിച്ചതാണ് മുആവിയ റളിയല്ലാഹു അൻഹുവിനെ. ഇനി അതിലൊരു കാര്യം കൂടി നമുക്ക് ചേർത്ത് വായിക്കാം. അവിടുന്ന് അങ്ങോട്ട് തുടങ്ങി വെച്ചത് മുആവിയൻ. ഇതുപോലെ യുദ്ധം ചെയ്ത ആളുകൾക്ക് സ്വർഗം എന്ന റസൂലുള്ളാഹി പറഞ്ഞത്. ആ രൂപത്തിൽ ഇസ്ലാമിന് വേണ്ടി അള്ളാഹുവിന്റെ കെലിമത്തിനെ ഉയർത്താൻ വേണ്ടി അങ്ങനെ പ്രയാസപ്പെട്ട് യുദ്ധം ചെയ്യുന്നവർക്ക് സ്വർഗം എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. അപ്പൊ ആ ഒരു സുന്നത്തിനെ തുടങ്ങി വെച്ചതാണ് ആര്? മുആവിയ. ഇനി പിൽക്കാലത്ത് ആളുകളൊക്കെ അത് ചെയ്തു കഴിഞ്ഞാലും അതിന്റെ കൂലിയൊക്കെ ആർക്ക് പോകുന്നുണ്ട്? മുആവിയ റളിയല്ലാഹു അൻഹു പോകുന്നുണ്ട്. അതും അദ്ദേഹത്തിന്റെ ശ്രേഷ്ഠതൻ. ഒരു ഹദീസ് പറഞ്ഞപ്പോ അതിനോടൊപ്പം 1000 ഫദ്ലുകളെ ചേർത്ത് വായിക്കാന്ന് പറയുന്നതാണ്. മഹാപണ്ഡിതന്മാര് ആ ഒരു വിഷയത്തിൽ അതിനിങ്ങനെ പറഞ്ഞു പോയപ്പോ നമ്മൾ അത്ഭുതപ്പെടുത്തിയത്. ഇപ്പൊ നേരത്തെ നമ്മൾ ഒരു ഹദീസേ പറഞ്ഞിട്ടുള്ളൂ, അതിനോടൊപ്പം ചേർത്ത് വെച്ചത് 10ഓളം വരുന്ന വേറെ ചില ഫദ്ലുകളെയാണ് അല്ലെ. അങ്ങനെ 2-3 ഹദീസും പറയുമ്പോൾ തന്നെ 40-50ഓളം വരുന്ന സവിശേഷതകളെ, ശ്രേഷ്ഠതകളെ ആ ഒരൊറ്റ വ്യക്തിയിൽ നിലനിർത്തുന്നു പറയുമ്പോൾ അല്ലെ, അറിവില്ലായ്മകൾ കൊണ്ട് തൻ്റെ നാവിനാൽ പലതും ചുഴറ്റി പറ്റുന്ന ആളുകള് എത്ര അബദ്ധജടിലമായ വാദങ്ങളാണ്. മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു അവ്വലു മൻ സന്ന ഹാദിഹി സുന്നത ഫി ഉമ്മത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ ആ ഒരു മാർഗം, അങ്ങനെ ഒരു യുദ്ധത്തിന്റെ രീതിയെ പരിചയപ്പെടുത്തിയ ഒന്നാമത്തെ ആള് മുആവിയ റളിയല്ലാഹു അൻഹു ആണ്. ഫലഹു അജ്റുഹ, അതിന്റെ കൂലി മുആവിയക്കുണ്ട്. ഔജബു എന്ന് റസൂലുള്ളാഹി പറഞ്ഞില്ലേ, വ അജ്റു മൻ അമില ബിഹാ ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ ആ ഒരു അമൽ ചെയ്യുന്നവരുടെ കൂലി മുഴുവൻ മുആവിയ റളിയല്ലാഹു അൻഹുവിനുണ്ട്. മിൻ ഗൈരി അൻ യൻഖുസ മിൻ ഉജൂരിഹിം ഷൈ, മറ്റുള്ളവരുടെ കൂലിയിൽ നിന്നൊന്നും കുറയാതെ തന്നെ മുആവിയ അത് കൊണ്ടുപോകുന്നാണ്. അപ്പൊ നമ്മളൊന്ന് ആലോചിക്കുക, ആളുകൾ എത്ര മുആവിയ വിമർശിച്ചാലും അത് മുആവിയ റളിയല്ലാഹു അൻഹുവിന് തസ്കിയത്താണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, മൂപ്പര് തൗബ ചെയ്തില്ലെങ്കിൽ റളിയല്ലാഹു അൻഹു, അദ്ദേഹം തൗബ ചെയ്തില്ലെങ്കിലും എന്ത് ചെയ്യും? നന്മകൾ തിന്മകളെ മായ്ച്ചു കളയും. വേറൊരു കാര്യം കൊണ്ടുണ്ട്, ആളുകൾ മുഴുവൻ പറയുന്ന അദ്ദേഹത്തെ ആക്ഷേപിക്കുമ്പോൾ അവരുടെ നന്മകളെ റബ്ബ് അദ്ദേഹത്തിന് രേഖപ്പെടുത്തി കൊടുക്കും. മുഫ്ലിസീങ്ങളെ പറ്റി അല്ലാഹു റസൂൽ പരിചയപ്പെടുത്തിയത് അതാണ് അല്ലേ. അതൊക്കെ അദ്ദേഹത്തിനുള്ള മഹാശ്രേഷ്ഠതയാണ്. അപ്പൊ അതവിടെ കേട്ടെ. റസൂലുള്ളാഹിന്റെ ദുആ, 3 ദുആകളെയാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന്, വയറ് നിറയരുത് എന്ന് പറഞ്ഞ പ്രാർത്ഥനയെ വിശദീകരിച്ചു. രണ്ടാമത്തെ അല്ലാഹുമ്മ ജഅലു ഹാദിയ മഹദി എന്നുള്ളത് പറഞ്ഞു. മൂന്നാമത്തെ കടൽ മാർഗേണ യുദ്ധം ചെയ്യുന്നവർക്ക് ഔജബു എന്നും പറഞ്ഞു. തൽക്കാലം അവിടെ നിർത്താം. നബിയുടെ പ്രാർത്ഥന തന്നെ കിട്ടി. ഇനി വേറൊരു ഫളിൽ പറയാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ അടുത്തേക്ക് ഒരാൾ വന്നു കഴിഞ്ഞ് ഒരാളെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ നബി സത്യല്ലേ പറയുള്ളൂ? ഒരിക്കലും റസൂലുള്ളാഹി എന്നാണ് പറയൂല. കാരണം അസ്ദഖാൻ, ഏറ്റവും വലിയ സത്യസന്ധനാൻ. ആ സത്യസന്ധനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ വന്ന് ചോദിക്കാൻ, ഒരു സഹാബി വന്ന് ചോദിക്കാൻ, റസൂലേ മുആവിയനെ പറ്റി എന്താ അഭിപ്രായം? നമ്മളോട് ഒരാൾ വന്ന് ഒരാളെ പറ്റി ചോദിച്ചാൽ നമ്മൾ ഉള്ളത് പറയും അല്ലേ. റസൂൽ ഒരിക്കലും മറച്ചു വെക്കൂല. മറച്ചു വെക്കുന്നത് റിസാലത്തിന് ചേർന്നതല്ല. എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടെങ്കിൽ റസൂൽ മറച്ചു വെക്കോ ഇല്ല, അത് അവിടെ റസൂൽ ബയാൻ ചെയ്യണമെന്നുള്ളതാണ്. ഒരു സഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് ചോദിക്കാൻ മുആവിയയെ പറ്റി. ആ സമയത്ത് റസൂലുള്ളാഹി ഒരു കുറവ് പറഞ്ഞു. മുആവിയക്കുള്ള ഒരു കുറവേ പറഞ്ഞിട്ടുള്ളൂ, വേറെ കുറവ് പറഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് ദീനിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് റസൂലുള്ളാഹി ആദ്യം പറയും. കാരണം അത് മുആവിയയെ തിരുത്താനും കൂടി. മുആവിയക്ക് ദീനിൽ കുറവില്ല, വിശ്വാസത്തിന്റെ കാര്യത്തിലോ അമലുകളുടെ കാര്യത്തിലോ പോരായ്മകളില്ല. ഉണ്ടായിരുന്നെങ്കിൽ റസൂലുള്ളാഹി അവിടെ പറയും. പക്ഷെ റസൂലുള്ളാഹി ഒരു പോരായ്മനെ പറ്റി പറഞ്ഞു. ഏതാണ് ആ പോരായ്മ? അദ്ദേഹത്തിന്റെ ദാരിദ്ര്യമാണ്. ആ സ്വഹാബി ഒന്ന് ചോദിച്ചതും അതാണ് അല്ലേ. എന്താണ് മുആവിയയെ പറ്റി പറഞ്ഞ അഭിപ്രായം? റസൂലുള്ളാഹി പറഞ്ഞു അദ്ദേഹത്തിന്റെ ദാരിദ്ര്യത്തെ സംബന്ധിച്ച്. അതെവിടെ സൂചിപ്പിച്ചത്?
അത് സൂചിപ്പിച്ചത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാത്തിമത്ത് ബിൻത്ത് ഖൈസ് റളിയല്ലാഹു അൻഹ. ഫാത്തിമത്ത് ബിൻത്ത് ഖൈസ് റളിയല്ലാഹു അൻഹ നമുക്കറിയാം. അതേപോലെ അബു അംർ ഇബ്നു ഹഫ്സ് അവരെ വിവാഹം ചെയ്തിരുന്നു. പക്ഷേ പെട്ടെന്ന് നാട് വിട്ടു പോയി ഇവരെ തൊലാക്ക് ചെയ്തു, ഒറ്റയടിക്ക് തൊലാക്ക് ചെയ്തു നാട്ടിലില്ലാതിരിക്കെ. അങ്ങനെ എന്നിട്ട് തൊലാക്ക് ചെയ്തു എന്ന് മാത്രമല്ല, ജീവനാംശമായിട്ട് എന്ത് ചെയ്തു, കുറച്ച് ബാർലിയുടെ കെട്ട് തൻ്റെ വക്കീലിൻ്റെ അടുത്ത് കൊടുത്തു വിട്ടു എന്നാൻ. വേറൊന്നും കൊടുത്തിട്ടുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ പരാതി പറഞ്ഞു, ദേഷ്യപ്പെട്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹ വന്നിട്ട്, ഫാത്തിമ ബിൻത്ത് ഖൈസ് റളിയല്ലാഹു അൻഹ വന്നിട്ട് നബിയോട് പറഞ്ഞു, എന്നോട് അദ്ദേഹം ചെയ്യുന്ന ദ്രോഹത്തെ കണ്ടില്ലേ, എനിക്കൊന്നും തന്നില്ല. റസൂലുള്ള പറഞ്ഞു, ഇനി നിനക്കൊന്നും വേണ്ട, പക്ഷേ നീ ഇദ്ദ ഇരിക്കാൻ വേണ്ടി പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് ഇദ്ദ ഇരിക്കാനുള്ള സ്ഥലവും ഇദ്ദ ഇരിക്കാൻ ആരുടെ കൂടെ ഇരിക്കണമെന്നൊക്കെ പറഞ്ഞു. അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂമിന്റെ അരികിലേക്കൊക്കെ ചെല്ലാനും ഒക്കെ അവിടെ ചെന്ന് ഇദ്ദയുടെ നാളുകൾ കഴിച്ചു കൂട്ടാനൊക്കെ പറഞ്ഞു. കാരണം റസൂൽ അവിടെ കുറേ കാര്യങ്ങൾ വിശദീകരിച്ചു. എന്നിട്ട് ഇദ്ദ കഴിഞ്ഞു കഴിഞ്ഞാൽ, അതിൽ നിന്ന് മുതതഹിറായി കഴിഞ്ഞാൽ, അതിന്റെ കാലം കഴിഞ്ഞ് അത് മുറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നീ എൻ്റെ അരികിൽ വരണമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ആവശ്യപ്പെട്ടു എന്നാണ്. അങ്ങനെ ഇദ്ദയുടെ കാലം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് അവർ വന്ന് പറഞ്ഞു, നബിയെ എൻ്റെ ഇദ്ദയുടെ കാലം കഴിഞ്ഞു, പക്ഷേ അന്ന മുആവിയത്ത് ഇബ്നു അബീ സുഫിയാൻ വ അബാ ജഹം ഖതബാനി, അബൂജഹമും മുആവിയത്ത് ഇബ്നു അബീ സുഫിയാനും എന്നെ വിവാഹം അന്വേഷിച്ചിട്ടുണ്ട്. അതിൽ ഇവർക്ക് ഏറ്റവും കൂടുതൽ താല്പര്യവും മുആവിയയെ വിവാഹം കഴിക്കാനായിരുന്നു എന്ന ഹദീസിന്റെ ചില വരികളിൽ മുഹദ്ദിസുകൾ രേഖപ്പെടുത്തിയത് കാണാം. താല്പര്യം പറഞ്ഞിട്ടുണ്ട് എന്നാണ്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂൽ ഒരു അഭിപ്രായം പറയാൻ. എന്താ റസൂൽ പറഞ്ഞ അഭിപ്രായം? അമ്മ അബൂജഹം ഫലാ യല്ലഹു അസാഹു അൻ ആതിഖിഹി. അബൂജഹം, കാരണം അബൂജഹമിനെ വിവാഹം കഴിക്കണ്ട എന്ന് റസൂൽ സൂചിപ്പിക്കണം. അതൊരു മജാസിയായ പ്രയോഗം. തോളത്തുനിന്ന് ഒരിക്കലും വാള് പുറത്ത് വെക്കുന്നവനല്ല, താഴ്ത്ത് വെക്കുന്നതല്ല. ഏത് നേരം യുദ്ധത്തിന് പോണ ആളാണ്. മനസ്സിൽ യുദ്ധം എന്ന് പറഞ്ഞു നടക്കുന്ന ഒരു പോരാളിയാണ്. അതുകൊണ്ട് തന്നെ വടിയെ അല്ലെങ്കിൽ വാളിനെ താഴെ വെക്കുന്നവനല്ല, എപ്പോഴും അത് മുതുകത്ത് ചുമന്ന് നടക്കുന്നവനാണ് അബൂജഹം. അമ്മ മുആവിയ ഫസ്ഉലൂകുൻ ലാ മാല ലഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മുആവിയ ഉണ്ടല്ലോ, മുആവിയ സുഉലൂക്കാണ്. എന്താ സുഉലൂക്ക്? അറേബ്യൻ കവികളിൽ സുആലിക്ക് കവികൾ എങ്ങനെ മാറ്റി നിർത്തും, ഈ ഇങ്ങനെ വരാന്തകളിൽ നമ്മളല്ല അങ്ങാടി തിണ്ണകളിൽ കിടന്നുറങ്ങുന്ന ആളുകൾക്ക് സുആലിക്ക് എന്നൊക്കെ പറയും. മുആവിയ അതുപോലത്തെ ഒരാളാണ്. ലാ മാല ലഹു, സമ്പത്തില്ലാത്തവൻ. അതുകൊണ്ട് മുആവിയ വിവാഹം കഴിക്കണ്ട. റസൂലുള്ളാഹി കുറ്റം പറഞ്ഞതല്ല. ഒരിക്കലും ഒരാൾക്ക് സമ്പത്തില്ല എന്ന് പറയുന്നത് ഒരാളുടെ പോരായ്മയല്ല, ഒരാളുടെ എന്തെങ്കിലും തിന്മോണ്ട് ഉണ്ടാകുന്നതല്ല. പക്ഷെ അവിടെ വിവാഹം എന്ന കാര്യത്തിൽ ഇവർക്ക് ഏറ്റവും കൂടുതൽ അഫ്ളല് മുആവിയയെ വിവാഹം കഴിക്കാതിരിക്കലാൻ എന്ന് പറഞ്ഞതാണ്. റസൂലുള്ളാഹി ഒരാളെ കഴിക്കാൻ പറഞ്ഞെടുത്തും ചെയ്തു, സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ. ഉസാമത്ത് ഇബ്നു സെയ്ദിനെ റളിയല്ലാഹു അൻഹു. ഉസാമത്ത് ഇബ്നു സെയ്ദ് ആരാന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഉസാമത്ത് സെയ്ദിനെ വിവാഹം കഴിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ അവർക്ക് ഇഷ്ടമുണ്ടായില്ല. ഫാത്തിമ ബിൻത്ത് ഖൈസ് പറയാണ്, എനിക്ക് ഉസാമയെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ല. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ അവരെ വിവാഹം കഴിക്കണം, അവരിൽ അള്ളാഹു നിനക്ക് ഖൈർ നൽകും. ഇൻകിഹി ഉസാമ, നീ ഉസാമയെ വിവാഹം കഴിക്ക്. ഫനക്കഹ്തുഹു. എന്നിട്ട് ആ ഹദീസ് റിവായത്ത് ചെയ്യുന്ന ഫാത്തിമ ബിൻത്ത് ഖൈസ് പറയാണ്, ഫനക്കഹ്തുഹു, ഞാൻ അവരെ വിവാഹം ചെയ്തു, ഞാൻ അവരെ നിക്കാഹ് ചെയ്തു. ഫജഅല അല്ലാഹു ഫീഹി ഖൈറ, എനിക്ക് ആദ്യം അത് ഒരു ഷർറായി തോന്നിയെങ്കിലും പിന്നീട് എൻ്റെ ജീവിതത്തിൽ അതൊരു ഖൈറായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നതെന്നാണ്. ഈ ഹദീസിൽ വഖ്തബത്തു ബിഹി, അവർ പറയാൻ, ഞാൻ അവരെയും കൊണ്ട് സന്തോഷവതിയായി, ഞാൻ എൻ്റെ ജീവിതത്തിൽ അവരുടെ വിഷയത്തിൽ എനിക്ക് സന്തോഷം ഉണ്ടായിട്ട്. കാരണം നബി പറഞ്ഞോടത്ത് ഞാൻ നിന്നു, അവർ നബി പറഞ്ഞോടത്ത് നിൽക്കുന്നവരായിരുന്നു. ഈ ഹദീസ് നമ്മൾ കൊണ്ടുവന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നബി എന്തെങ്കിലും ഒരു കുറ്റമോ കുറവോ ഉണ്ടായിരുന്നെങ്കിൽ, ദീന് പോരായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? അവിടെ എടുത്തു പറയുമായിരുന്നു മുആവിയയുടെ. പക്ഷെ മുആവിയക്ക് ഉണ്ടായിരുന്നത് എന്താണ്? കാരണം യൗവന കാലഘട്ടത്തിൽ പലപ്പോഴും മുആവിയ റളിയല്ലാഹു അൻഹു സമ്പത്തില്ലാത്തവനാണ്. മുആവിയ റളിയല്ലാഹു അൻഹു കുറച്ച് അതിനെ വേറെയും തെളിവുണ്ട്. അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു ഒരു പിശുക്കനായിരുന്നു എന്നാണ് എന്ത് ചെയ്തത് ഹിന്ദ് അല്ലെ റളിയല്ലാഹു അൻഹ ഒരിക്കൽ വിശദീകരിച്ചത്. പിശുക്കനായിരുന്നു എന്ന് പറഞ്ഞാൽ അത് അവരുടെ മോശത്തരല്ല. ഒരിക്കലും ഹിന്ദ് ബിൻത് ഉത്ബ റളിയല്ലാഹു അൻഹ, അബൂ സുഫിയാന്റെ ഭാര്യ, മുആവിയത്ത് നബി സുഫിയാന്റെ ഉമ്മ, അവർ വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ വന്ന് പറഞ്ഞു, ഇന്ന അബാ സുഫിയാൻ റജുലുൻ ഷഹീഹുൻ, അബൂ സുഫിയാൻ വല്ലാത്ത പിശുക്കനാണ്. പിശുക്കം മാത്രമല്ല, വലൈസ യുഅ്തീനി മാ യക്ഫീനി വ വലദി, എനിക്കും എൻ്റെ കുട്ടിക്കും ജീവിക്കാൻ പറ്റുന്നത് എന്ത് ചെയ്യുന്നില്ല, തരുന്നത് മതിയാകുന്നില്ല. ഭയങ്കര പിശുക്കനാണ്, തരുന്നില്ല എന്ന്. ഈ ഹദീസ് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും അല്ലെ? ഭാര്യമാർക്ക് ഭയങ്കര രസമാണ് ഈ ഹദീസ് കേൾക്കാൻ. ഭർത്താവിന്റെ പോക്കറ്റിൽ നിന്ന് പേഴ്സിൽ നിന്ന് പൈസ എടുക്കാൻ ഈ ഹദീസ് തെളിവാൻ, ചോദിക്കണ്ട, പറയണ്ട അല്ലെ? നബി അവിടെ പറഞ്ഞു കൊടുക്കാണ് എന്താണ്? ഇല്ലാ മാ അഖസ്തു മിൻഹു വഹുവ ലാ യഅലം, അങ്ങനെയാണെങ്കിൽ ഞാൻ
അവരറിയാതെ എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ വല്ല കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു എന്നാ. റസൂലുള്ള പറഞ്ഞു, ഖുദീ മാ യക്ഫീകി വലദിക്കി ബിൽ മഅറൂഫ്. എനിക്ക് ആവശ്യമുള്ളത് എടുത്തോ, കുട്ടിക്ക് ആവശ്യമുള്ളത് എടുത്തോ, പക്ഷെ എന്താണ്, മാന്യമായിട്ട് എടുക്കണം. എല്ലാം കൂടി പോയി എന്ത് ചെയ്യരുത്, കൈയിട്ട് വാരരുത്. ബിൽ മഅറൂഫ്, മാന്യമായി എടുക്കണം എന്നാണ്. ഈ ഹദീസ് നമ്മൾ കുറെ കേട്ടതാണ്. പക്ഷെ ഈ ഹദീസ് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നബി ഉണർത്തി അബൂ സുഫിയാൻ ആരായിരുന്നു, കുറച്ചൊരു പിശുക്കുള്ള ആളായിരുന്നു. അതുകൊണ്ട് തന്നെ കുട്ടിക്ക് ജീവിക്കാൻ പറ്റുന്ന അത്ര ഒന്നും എന്ത് ചെയ്യുന്നില്ല, കിട്ടുന്നില്ല. കുറച്ച് വലുതായപ്പോഴും ആ പിശുക്കത്തര ആർക്കുണ്ടായിരുന്നു, അബൂ സുഫിയാനിൽ ഉണ്ടായിരുന്നു എന്നാണ്. അത് കുറ്റല്ല, ആ സ്വഹാബിന്റെ കുറ്റല്ല. റളിയല്ലാഹു അൻ സ്വാഭാവികമായും വരലുണ്ടാവും. അതിലൊക്കെ അവർ ഉത്കൃഷ്ടരുമാൻ. ഒരു കാലത്തിലെ ഇസ്ലാമിന്റെ ആദ്യ കാലങ്ങളിൽ അവർക്കുണ്ടായിരുന്ന ആ കാര്യങ്ങളൊക്കെ അവരെന്ത് ചെയ്തു, പലപ്പോഴും മാറ്റി മാറ്റി കൊണ്ടുവന്ന സംഭവങ്ങളുണ്ട്. പക്ഷെ ആ കാലഘട്ടത്തിൽ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഫഖറിനെ, ദാരിദ്ര്യത്തെ, അതിന്റെ യൗവന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ദാരിദ്ര്യവും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു എന്നതിനെ ഈ ഹദീസ് എന്ത് ചെയ്യുന്നു, ബലപ്പെടുത്തുന്നതും കൂടിയാണ്. അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടില്ല, മുആവിയയുടെ ഒരു കുറ്റമോ കുറവോ വേറെ പറഞ്ഞിട്ടില്ല. ആകെ നബി ഉദ്ധരിച്ച ഒരു കുറവ് എന്ന് പറഞ്ഞത് അത് മാത്രമായിരുന്നു. നബി മാത്രല്ല മുആവിയയുടെ ഫദ്ല് പറഞ്ഞത്, വേറെ സ്വഹാബികൾ എത്ര പറഞ്ഞു, എത്ര സ്വഹാബികൾ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഫദ്ലിനെ വിശദീകരിച്ചു അല്ലെ. നമ്മളെ ഒരിക്കല് ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ, അല്ലെ ഉമ്മു ഹബീബ, ഉമ്മു ഹബീബ റംല എന്നുള്ള പേര്, റംല ബിൻത്ത് അബി സുഫിയാൻ, അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്തതോടുകൂടി ഖാലുൽ മുഅ്മിനീൻ, വിശ്വാസികളുടെ അമ്മാവനാണ് എന്നാണ്. അതുപോലെ തന്നെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അബ്ദുല്ലാഹി ബിൻ ഉമറും മുആവിയത്ത് അബി സുഫിയാനും ഖാലുൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളുടെ എന്താണ്, ഖാലാണ്, അമ്മാവനാണ് എന്നാണ്. അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറയാണ്, സ്വഹാബികൾ തന്നെ അദ്ദേഹത്തെ പറ്റി പറഞ്ഞു, എന്താണ്, ഞാൻ മാ റഅയ്തു അഹദൻ അശ്ബഹ സ്വലാത്തൻ ബി സ്വലാത്തി റസൂലില്ലാഹ് മിൻ ഇമാമിക്കും ഹാദാ യഅനി മുആവിയ. നബിയുടെ അല്ലെ ഏറ്റവും കൂടുതൽ ഇവരെ പറ്റി അറിയണത് ഈ ഓറിയന്റലിസ്റ്റുകളോ ഷിയാക്കളോ ഒന്നുമല്ല. ഇവരെ പറ്റി ഏറ്റവും കൂടുതൽ അറിയണത് അവരോടൊപ്പം ജീവിച്ച ഏറ്റവും നല്ല മഹാപുരുഷന്മാരാണ്, അത് സ്വഹാബികളാണ്. സ്വഹാബികളുടെ കൂട്ടത്തിൽ അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ നമസ്കരിച്ചിട്ടില്ല അങ്ങനത്തെ ഒരു മനുഷ്യന്റെ പിന്നിൽ, നബിയുടെ പിന്നിൽ നമസ്കരിച്ചതുപോലെ വേറൊരാളുടെ പിന്നിൽ ഞാൻ നമസ്കരിച്ചിട്ടില്ല. പിന്നെ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇയാളുടെ പിന്നിലാണ്, യഅനി മുആവിയയുടെ പിന്നിലാണ് എന്നാണ്. അത് അബൂ ദർദാ മുആവിയന്റെ ഫദ്ല് പറഞ്ഞതാണ്. അബൂ ദർദാ മാത്രമല്ല, വേറെയും ഒരുപാട് സ്വഹാബികൾ. ഉമർ ആ ഫദ്ലുള്ളതുകൊണ്ടാണ് അമീറാക്കിയത്, അല്ലെ. ഉസ്മാൻ ആ ഫദ്ലുള്ളതുകൊണ്ടാണ് അമീറാക്കിയത്. അതുപോലെ തന്നെ മറ്റ് എല്ലാ കാര്യങ്ങളൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ എത്ര സ്വീകാര്യനായിരുന്നു മുആവിയ എന്നെല്ലാം അതിൽ നിന്ന് വ്യക്തമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിൽ സ്വഹാബത്തിനെ നന്നായി പഠിക്കാനും ആ സ്വഹാബത്തിന്റെ സൽകീർത്തിയെ നിലനിർത്താനുള്ള സംസാരങ്ങളിൽ ഏർപ്പെടാനും നമ്മുടെ ആയുസ്സിൽ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അറിഞ്ഞും അറിയാതെയൊക്കെ ജീവിതത്തിൽ കടന്നു വരുന്ന തിന്മകൾ അള്ളാഹു വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. ഏറ്റവും നല്ല നിലക്ക് അള്ളാഹുവിൻ്റെ പ്രവാചകനെ മുറുകെ പിടിച്ച്, പ്രവാചകന്റെ സുന്നത്തിനെ മുറുകെ പിടിച്ച് ജീവിക്കുന്നവരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. പല പ്രയാസങ്ങളും പല ബുദ്ധിമുട്ടുകളും നമ്മുടെ കൂട്ടത്തിലുള്ളവരുണ്ട്. അള്ളാഹുയുടെ ബുദ്ധിമുട്ടുകളെ, പ്രയാസങ്ങളെ മാറ്റി കൊടുക്കട്ടെ. ഈ ദീനിന് കാരണക്കാരായ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു എല്ലാവിധ ഖൈറും ബർക്കത്തും നൽകുമാറാവട്ടെ. അള്ളാഹു അവർക്ക് എല്ലാ സക്കാത്തും കൊടുക്കട്ടെ. അള്ളാഹു അവർക്ക് എല്ലാവിധ റഹ്മത്തും ചൊരിയട്ടെ. അള്ളാഹു എല്ലാ നിലക്കുള്ള ഹിദായത്തും അള്ളാഹു അവർക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു അവർക്ക് ആഫിയത്ത് കൊടുക്കണേ. അള്ളാഹു അവർക്ക് ആഫിയത്ത് നൽകണേ. അള്ളാഹു അവർക്ക് മഗ്ഫിറത്ത് ചൊരിയണേ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിടം വിശാലമാക്കണേ. ഞങ്ങളെല്ലാവരെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റബ്ബേ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹബിഹി വസല്ലം. ജസാക്കുമുല്ലാഹു ഖൈറ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.